നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. അമ്മയുടെ സഹോദരന്റെ മുറിയിൽ ചില സാധനങ്ങൾ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച നിലയിൽ. സംഭവത്തിൽ ദുരൂഹത. ബാലരാമപുരത്തെ കുട്ടിയുടെ മരണത്തിൽ കുടുംബാംഗങ്ങളെ സംശയിച്ച് പോലീസ്. മാതാപിതാക്കളുടെയും സഹോദരന്റെയും അമ്മാവന്റെയും മൊഴികളിൽ വ്യക്തത കുറവ്. കുട്ടി തന്റെ കൂടെയാണ് ഉറങ്ങിയതെന്ന അമ്മ, അമ്മാവന്റെ കൂടെയാണ് കുട്ടി ഉറങ്ങിയതെന്ന അച്ഛന് മൊഴി നൽകി. വീട് സീൽ ചെയ്ത് പോലീസ്. കുഞ്ഞു മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് എം വിൻസെന്റ് MLA. കുടുംബത്തിന് കടബാധ്യതയുണ്ടെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികൾ. വീട്ടിലെ ചായ്പിൽ 3 കയറുകൾ കുരുക്കിട്ട നിലയിലും ഒരു സ്റ്റൂളും കണ്ടെത്തി. ജോലി സ്ഥിരപ്പെടുത്താൻ 30 ലക്ഷം നൽകിയെന്ന് കുടുംബം പരാതി നൽകിയതായും സൂചന. മലപ്പുറം മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ സ്വദേശി മിനിയാണ് മരിച്ചത്. 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപുമായുള്ള തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്ന് ചുറ്റിക കണ്ടെത്തി. ഇതുപയോഗിച്ചാണ് അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ചതെന്ന് പോലീസ്. പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്നതോടെയാണ് രാത്രി വീട്ടിലെത്തിയത്. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതോടെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഷാൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും കുട്ടിയുടെ വസ്ത്രങ്ങളും കണ്ടെത്തി. ചോറ്റാനിക്കരയിലെ പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന പോലീസ്. തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പോലീസ്. മനം നൊന്ത് പെൺകുട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. മരണവെപ്രാളം കണ്ട് അനൂപ് ഷാൾ അറുത്തിട്ടെന്നും പോലീസ്. ആശുപത്രിയിലുള്ള പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. തിരുവനന്തപുരം നെട്ടയത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുൻ വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന ചോദ്യം ചെയ്യലിൽ +1 വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. പരുക്കേറ്റ വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ 2 ദിവസത്തിനുള്ളിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കനത്ത സുരക്ഷയൊരുക്കി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. കൊലപാതകം പുനഃസൃഷ്ടിച്ച് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചാകും കുറ്റപത്രം സമർപ്പിക്കുക. ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോട്ടയം കടപ്ലാമറ്റം വയല നെല്ലിക്കുന്ന് കൊച്ചുപാറയിൽ ജിൻസന്റെ മകൻ ജിജോ ജിൻസനാണ് മരിച്ചത്. രാത്രി 10-ന് MC റോഡിൽ കാളികാവിലുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അജിത്ത് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ. ബ്രൂവറിയിൽ CPIയുടെ എതിർപ്പ് മാറ്റാൻ ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM ആലോചന. ജലചൂഷണമടക്കം CPIയുടെ ആശങ്കകൾ ഇതിലൂടെ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷ. നെൽവയൽ തണ്ണീർത്തട നിയമം അടക്കമുള്ള എല്ലാം പാലിച്ചു മാത്രമേ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകൂവെന്നും CPIയെ ബോധ്യപ്പെടുത്തും. ബ്രൂവറി അനുവദിച്ചതിൽ കൂടുതൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. മദ്യനയം മാറും മുൻപ് ഒയാസിസ് കമ്പനി സ്ഥലം വാങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മദ്യനയം മാറുമെന്ന് എങ്ങനെ അറിഞ്ഞു? കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റിയതെന്നും സതീശൻ. ഡൽഹി മദ്യ ഇടപാടിലെ പ്രതി കവിത ബ്രൂവറി ഇടപാട് ഉറപ്പിക്കാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ കേരളത്തിൽ വന്നപ്പോൾ എവിടെ താമസിച്ചുവെന്ന് അന്വേഷിക്കണമെന്നും സതീശൻ. എലപ്പുള്ളി ബ്രൂവറിക്ക് പിന്നിൽ കോടികളുടെ അഴിമതിയെന്ന VK ശ്രീകണ്ഠൻ MP. വിഷയം CBI അന്വേഷിക്കണം. MP രാജേഷും ബന്ധുവായ ഏരിയ സെക്രട്ടറിയും ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണ് മദ്യനയം മാറ്റിയതെന്നും ആരോപണം. ഒയാസിസ് കമ്പനിയുടെ നികുതി രേഖകളിൽ പൊരുത്തക്കേടെന്ന VK ശ്രീകണ്ഠൻ MP. 26 ഏക്കർ ഭൂമി കമ്പനിക്ക് ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ നികുതി അടച്ചിരിക്കുന്നത് 21 ഏക്കറിന് മാത്രമാണ്. ഇതിന്റെ രേഖകൾ MP പുറത്തുവിട്ടു. ലഹരിക്കും മദ്യത്തിനുമിടയിൽ സംസ്ഥാനം കുഴയുകയാണെന്ന് KC വേണുഗോപാൽ. CPIയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. ലഭിച്ച ഡീലിന്റെ ഷെയർ നൽകുമെന്നാണോ പറയുന്നത്? CPI അതിന് കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ലെന്നും KC വേണുഗോപാൽ.
UDF ജാഥയിൽ പങ്കെടുത്ത് PV അൻവർ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥ നിലമ്പൂരിലെത്തുമ്പോഴാണ് അൻവർ പങ്കുചേർന്നത്. UDF സമരത്തിൽ പങ്കാളിയാവുന്നതിൽ സന്തോഷമുണ്ടെന്ന് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുകയാണെന്നും അൻവർ. സ്ത്രീ പുരുഷ തുല്യതയിൽ PMA സലാമിന്റെ പ്രതികരണം വ്യക്തിപരമാകാമെന്ന VD സതീശൻ. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നാണ് ഞങ്ങളുടെ നയമെന്നും പ്രതിപക്ഷ നേതാവ്. NDA വിടില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. BDJS BJP ബന്ധം ഉപേക്ഷിക്കണമെന്നത് ചില പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്ന അഭിപ്രായം മാത്രമാണ്. അങ്ങനെയൊരു പ്രമേയം കോട്ടയത്തെ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരും ദിവസം BDJS പ്രതിനിധിയെ നിയോഗിക്കും. മുന്നണി ബന്ധത്തിൽ തനിക്ക് അതൃപ്തിയില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട്. മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് സമാപിച്ച വിഴിഞ്ഞം കോൺക്ലേവിലാണ് അദാനി പോർട്ട്സ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരം തുടർ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവ് വൻ വിജയകരമായ സാഹചര്യത്തിൽ രണ്ടാം എഡിഷൻ അടുത്ത വർഷം ജനുവരിയിൽ നടത്താനും സർക്കാർ തീരുമാനിച്ചു. കൊല്ലം കൊട്ടാരക്കരയിലെ യുവപ്രവാസി വ്യവസായിയെ അപകീർത്തിപ്പെടുത്താൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതായി പരാതി. താൻ പീഡനക്കേസ് പ്രതിയാണെന്ന് വരുത്തി തീർക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നതായാണ് യുവ വ്യവസായിയുടെ പരാതി. കൊട്ടാരക്കര ചെങ്ങമനാട് സ്വദേശി ആശിഷ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ. പദ്ധതിയിൽ നിന്ന് നാട്ടുകാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ലൈഫ് മിഷന് പരാതി നൽകിയതായി ആരോപിച്ച് UDF പ്രവർത്തകർ സമരം നടത്തി. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നിലപാടിനെതിരെ CPM ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി. തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം. ക്രമക്കേടുകൾക്ക് ചുക്കാൻ പിടിച്ച നഗരസഭയിലെ മുൻ പട്ടികജാതി വികസന ഓഫീസർ മനോജിനെ SC/ST ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ സീനിയർ സൂപ്രണ്ടായി നിയമിച്ചു. ഇതോടെ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. മനോജിനെതിരെ SC/ST ഡയറക്ടർ നൽകിയ കുറ്റാരോപണ പത്രികയുടെ പകർപ്പ് ന്യൂസ് 18. പീരുമേട്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മരിയഗിരിയിലെ സ്കൂളിന് മുന്നിലാണ് ഇന്നലെ രാത്രി 9:30 ആനയെ കണ്ടത്. ഇതുവഴി വന്ന ലോറി ഡ്രൈവർ കാട്ടാനയെ കണ്ട് വാഹനം പിന്നോട്ടെടുത്തു. ആതിരപ്പള്ളിയിലും വെറ്റിലപ്പാറയിലും കാട്ടാന ഇറങ്ങി. പ്രദേശത്ത് വ്യാപക കൃഷിനാശം. മുണ്ടയ്ക്കൽ ജോർജിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന തെങ്ങും കവുങ്ങും വാഴയും നശിപ്പിച്ചത്. തെങ്ങ് മറിച്ചിട്ടതോടെ വൈദ്യുതി വിതരണവും മുടങ്ങി. മോട്ടോർ ഷെഡും തകർത്തു. ഇടുക്കി പന്നിയാറിൽ മധ്യവയസ്കൻ പുഴയിൽ മുങ്ങി മരിച്ചു. രാജാക്കാട് മുക്കുടിൽ വള്ളാടിയിൽ ഷാജിയാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനായി വിരിച്ചിരുന്ന വലയിൽ കാൽ കുരുങ്ങിയാണ് മരിച്ചത്. മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും 30 പേർ മരിച്ച ദുരന്തത്തിലെ ജുഡീഷ്യൽ അന്വേഷണ സമിതി റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കും. പോലീസും സംഭവത്തെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തും. സംഭവത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകി പാർലമെന്റിൽ പ്രശ്നം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി. മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ചതിനെ തുടർന്ന് സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. 5 പ്രധാന മാറ്റങ്ങളാണ് സർക്കാർ കുംഭമേളയോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. മഹാകുംഭമേളയുടെ ഫെയർ മേഖല വാഹന നിരോധന മേഖലയാക്കി. VVIP പാസുകൾ നിർത്തലാക്കി. ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ മാത്രമെന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് ന്യൂസ് 18നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യമില്ല. ദേശീയ തലത്തിലെ സഖ്യം നിലനിൽക്കും. ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ കോൺഗ്രസ് പിന്താങ്ങുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു പ്രതികരണം. അമേരിക്കയിൽ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച അപകടം. വാഷിംഗ്ടണിൽ റൊണാൾഡ് റീഗൻ എയർപോർട്ടിലാണ് അപകടം. ലാൻഡിംഗിനിടെയായിരുന്നു അപകടമുണ്ടായത്. തകർന്ന വിമാനം പോട്ടോമാക് നദിയിൽ പതിച്ചു. എയർപോർട്ടിന് സമീപത്തെ പോട്ടോമാക് നദിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 65 പേർ.
സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ ലിബി സുരേഷ് ബാബു അന്തരിച്ചു. 65 വയസ്സായിരുന്നു. അമ്മയുടെ വിയോഗ വാർത്ത ഫേസ്ബുക്കിൽ ഗോപി സുന്ദർ ഹൃദയസ്പർശിയായ കുറിപ്പിലൂടെയാണ് പങ്കുവച്ചത്. ദേശീയ വാർത്തകൾ. തമിഴ്നാട്ടിൽ ബയോമാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ പാരിസ്ഥിതിക നഷ്ടപരിഹാരം നിശ്ചയിച്ച് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് 1.12 കോടിയുടെ നഷ്ടപരിഹാരമാണ് നിശ്ചയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മാലിന്യം ഉൽപ്പാദിപ്പിച്ചവർക്കും കളക്ഷൻ ഏജൻസികൾക്കും ബോർഡ് നോട്ടീസ് നൽകി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കണ്ടുകെട്ടിയ വസ്തുക്കൾ തമിഴ്നാടിന് തിരിച്ചു നൽകാൻ ഉത്തരവിട്ട് കോടതി. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫെബ്രുവരി 14, 15 തീയതികളിൽ സ്വർണവും വജ്രാഭരണവും അടക്കമുള്ള സ്വത്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കൈമാറും. നീറ്റ് PG പ്രവേശനത്തിൽ താമസ സ്ഥലം അടിസ്ഥാനമാക്കിയുള്ള സംവരണം തടഞ്ഞ് സുപ്രീംകോടതി. സംസ്ഥാന കോട്ടയിൽ തദ്ദേശീയർക്ക് നൽകുന്ന സംവരണമാണ് തടഞ്ഞത്. നാം എല്ലാവരും ഇന്ത്യയിലെ താമസക്കാരാണെന്നും ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നും കോടതി. ആസമിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ദേഹത്ത് ആസിഡ് ഒഴിച്ചതായി പരാതി. ജനുവരി 22-നാണ് സംഭവം. അയൽവാസിയായ പ്രതി ഒളിവിലാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് സ്ത്രീയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്റർപോൾ അന്വേഷണം നേരിടുന്ന 2 പ്രതികളെ ഇന്ത്യയിലേക്ക് നാടുകടത്തി. തായ്ലാന്റിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ളവരാണ് നാടുകടത്തിയത്. ജനാർദ്ദൻ സുന്ദരം, വീരേന്ദ്ര മണിഭായ് എന്നിവരെയാണ് CBIയുടെ ശ്രമത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPI നേതാവും ആക്ടിവിസ്റ്റുമായ ഗോവിന്ദ് പൻസാരയെ കൊലപ്പെടുത്തിയ കേസിൽ 6 പ്രതികൾക്ക് ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകി. 6 വർഷത്തിലേറെയായി പ്രതികൾ ജയിലിൽ കഴിയുകയായിരുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്ക് എതിരെ പൻസാരയുടെ മകന്റെ ഭാര്യ ഡോക്ടർ മേഘ പൻസാരെ ഹർജി നൽകിയിരുന്നു. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബാലരാമപുരത്തെ കുഞ്ഞിനെ കൊന്നത് അമ്മാവൻ എന്ന സംശയം. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, രാവിലെ മുതൽ നമുക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിലൊരു സംശയം വരുന്നു, ആ കുഞ്ഞിനെ കൊന്നത് അമ്മാവനാണെന്ന്. എന്താണ് പുതിയ വിവരം? വിശദമായി പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിൽ നിന്നാണ് പോലീസിനോട് നിർണായകമായ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്, സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ, 22 വയസ്സുള്ള ആളാണ്. ഹരികുമാറാണ് ഈ കൊലപാതകം ചെയ്തെന്ന ഒരു സൂചനയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് വാർത്താ സമ്മേളനം ഉണ്ടായേക്കും. രാവിലെ മുതൽ ചോദ്യം ചെയ്യുമ്പോഴും ഓരോ തവണയും ഓരോ ഘട്ടത്തിലും മൊഴികൾ മാറ്റി മാറ്റി പറയുകയായിരുന്നു ഈ കുടുംബം. കുട്ടി ആർക്കൊപ്പമാണ് കിടന്നുറങ്ങിയതിന് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പോലീസിന് മുൻപാകെ ഉണ്ടായിരുന്നത്. കുട്ടിയുടെ അമ്മ ആദ്യം പറഞ്ഞത് അച്ഛനൊപ്പം കിടന്നുറങ്ങി, അച്ഛനത് നിഷേധിച്ചു. അമ്മാവനൊപ്പമാണ് എന്ന സംശയം പോലീസിലുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മാവനും പറഞ്ഞത് തനിക്കൊപ്പമല്ല കിടന്നുറങ്ങിയത് എന്നുള്ളത്. അതുകൊണ്ടാണ് പോലീസ് അവിടെ ഒരു സംശയം ആ ഘട്ടത്തിലുണ്ടായത്. ഇപ്പോൾ ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മാവൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. കുട്ടിയെ കൊന്ന ശേഷം കിടത്തേക്ക് എറിയുകയായിരുന്നു എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഹരികുമാർ മാനസികമായി കുറച്ച് വെല്ലുവിളി നേരിടുന്ന ആൾ കൂടിയാണ് എന്നൊരു വിവരം കൂടി പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും കുട്ടിയുടെ അമ്മാവൻ മാത്രമാണോ ഈ കൃത്യം ചെയ്തത്, അല്ലെങ്കിൽ അമ്മയുടെയോ മുത്തശ്ശിയുടെ മറ്റാരുടെയെങ്കിലുമോ സഹായമുണ്ടായിരുന്നു എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കുടുംബം അന്വേഷണത്തോട് കാര്യമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അന്വേഷണ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഇവർ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പോലീസ് കണ്ടെത്തട്ടെ എന്നൊരു നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാനോ അല്ലെങ്കിൽ അതൊരു സ്ഥിരമായ ഒരു കാര്യം പറയാനോ തയ്യാറാവുന്നില്ല. പലപ്പോഴും ഈ മൊഴികൾ മാറ്റുന്നു. പോലീസ് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല പ്രതികൾ പിന്നീട് അല്ലെങ്കിൽ ഈ കുടുംബം പിന്നീട് പറയുന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. ഇതിലേതായാലും കൊലപാതകമെന്ന് പോലീസ് ആദ്യം തന്നെ സ്ഥിരീകരിച്ചതാണ്. അത് ആര് ചെയ്തെന്ന കാര്യത്തിലായിരുന്നു പിന്നീട് സംശയം
ഇപ്പോൾ ഏറെക്കുറെ അതിൽ വ്യക്തമാകുന്നത് ഈ കുട്ടിയുടെ അമ്മാവൻ തന്നെ ഈ കൊലപാതകം ചെയ്തു എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് മറ്റാരുടെയും സഹായമുണ്ടാകുന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പ്രധാന കാരണമെന്നൊരു വിലയിരുത്തലും നേരത്തെ പോലീസ് സംഘം നടത്തിയതാണ്. വലിയ സാമ്പത്തിക ഭീമമായ ലക്ഷങ്ങളുടെ 50 ലക്ഷത്തിലേറെ രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ട്. വലിയ തുക. ഈ 22-കാരനായ അമ്മാവൻ പലപ്പോഴും ആ വീട്ടിൽ വരാറില്ല, അയൽവാസികളൊന്നും കാണാറില്ല എന്ന് രാവിലെ പറയുന്നുണ്ടായി. ഈ സാമ്പത്തിക ഇടപാടിൽ അമ്മാവന്, അതായത് 22-കാരന് എന്തെങ്കിലും ബന്ധമുള്ളതായി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത്. ഇയാൾ ഒരു ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ്. ആലപ്പുഴ ജില്ലയിലും മറ്റുമാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് സ്ഥിരം വന്നു പോകാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം കൂടി അദ്ദേഹത്തിന്റെ അയാളുടെ മറ്റു പശ്ചാത്തലങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിൽ ഇയാളുടെ റോൾ എന്ത് എന്ന കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഒറ്റയ്ക്കാണോ ചെയ്തത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഏറെക്കുറെ ഇതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരുടെ വാർത്താ സമ്മേളനം ഉണ്ടായേക്കും. പ്രതികളുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തിയേക്കും. ഒരാളാണോ പ്രതി, ഒന്നിലധികം പേരാണോ പ്രതികൾ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. കൊലപാതകമാണെന്ന് വളരെ ആദ്യ മണിക്കൂറിൽ തന്നെ തെളിഞ്ഞിരുന്നു. ഇയാളുടെ മുറിയിലാണ്, ഹരികുമാറിന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ വസ്ത്രങ്ങൾ മറ്റും കത്തിച്ചിരിക്കുന്നു, മണ്ണെണ്ണ അവിടെ കണ്ടെത്തിയിരുന്നു. എന്തിനാണ് ഈ കൊലപാതകത്തെ, ആരാണ് തീ അണച്ചത്, അതിനുശേഷം ഈ ചായ്പിലെ കുരുക്കുകൾ അത് നേരത്തെ ഉള്ളതാണോ അല്ലെങ്കിൽ ഈ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് സൂചിപ്പിക്കാനോ ഉള്ള കാര്യമാണോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഈ കുട്ടിയെ ഈ കുട്ടിയെ തന്നെ 2 വയസ്സുള്ള കുട്ടിയെ കൊന്നതുകൊണ്ട് എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം, അല്ലെങ്കിൽ എന്താണ് അവർ അതിൽ ഉദ്ദേശിച്ചത്, എന്ത് കുറ്റകൃത്യം മറയ്ക്കാനാണ് അല്ലെങ്കിൽ എന്ത് ലാഭമാണ് അവർക്ക് ഇതിൽ ഉണ്ടാകുന്നത്? കാരണം വലിയ സാമ്പത്തിക ബാധ്യത പേരിൽ ആത്മഹത്യയാണെങ്കിൽ കുടുംബം അത് ഒന്നടങ്കം ചെയ്യേണ്ടതാണ്. പകരം 2.5 വയസ്സുള്ള കുട്ടിയെ മാത്രം കൊലപ്പെടുത്തിയത്. പെട്ടെന്നുള്ള പ്രകോപനം എന്താണ് ഉണ്ടായത്? രാത്രി ഇവർ തമ്മിൽ തർക്കമുണ്ടായി, അതിരാവിലെയും ബഹളം കേട്ടു നാട്ടുകാർ പലരും പറയുന്നുണ്ട്. എങ്കിൽ അതിലേക്ക് നയിച്ച കാരണം എന്താണ്? അതിന് എന്തിനാണ് ഈ കുട്ടിയെ തന്നെ കരുവാക്കിയെന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങൾ, ദുരൂഹതകൾ ഇനിയും ബാക്കിയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനു മുന്നേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനു മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രീതി ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള പശ്ചാത്തലമൊന്നും നമുക്കിനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലും സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമല്ല കിണറ്റിലേക്ക് ഇട്ടത്, കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണ് ഇവരുടെ മൊഴി എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയെങ്കിലും എന്തിനാണ് പെട്ടെന്ന് അവിടെ ഒരു തർക്കമുണ്ടാകുകയോ പ്രകോപനമുണ്ടാകുകയോ അതിന്റെ പേരിലാണോ ഈ കുട്ടിയെ ഇങ്ങനെ കിണറ്റിലേക്ക് എടുത്ത് എറിഞ്ഞത് എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായുള്ള തർക്കമുണ്ടാവുകയും കുട്ടിയെ ഹരികുമാർ കിണറ്റിലേക്ക് എറിയുകയുമായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. പോലീസ് അത്തരമൊരു സൂചനകൾ നൽകുന്നു. പക്ഷേ കൃത്യമായ സ്ഥിരീകരണം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ അകത്ത് തുടരുകയാണ്. ഈ പ്രതികൾ കൃത്യമായി അന്വേഷണം സഹകരിക്കാൻ തയ്യാറല്ല. പോലീസ് തന്നെ കണ്ടെത്തിക്കോട്ടെ കാര്യങ്ങൾ, എന്തിനാ തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ, അന്വേഷണ ഗതി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി പോലീസിന് മുന്നിലുള്ളത്. ആദ്യഘട്ടം മുതൽ അത്തരത്തിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായപ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്ന് മനസ്സിലായതെന്ന് അന്ന് തീപിടുത്തം കണ്ടെത്തി നോക്കുമ്പോൾ കാണാതായെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ ഇല്ലാതെയായി, അവിടെ ഇല്ലാതിരുന്നുവെന്ന് മനസ്സിലായി എന്ന് പിന്നീട് പറഞ്ഞു. അങ്ങനെ പലതരം വാദങ്ങൾ ഈ പല ഘട്ടങ്ങളിലായി പ്രതികൾ നടത്തുന്നു. പെൺകുട്ടിയുടെ അമ്മയടക്കം കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നില്ല. എന്തായിരുന്നു ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ? പലിശയ്ക്ക് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ പലർക്കും ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൂടി അത്തരത്തിൽ പണം വാങ്ങിയെന്ന് കൂടി പലപ്പോഴും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലതരം അഭ്യൂഹങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കേൾക്കുന്നത് ഇവരുടെ കുടുംബബന്ധങ്ങളുടെ പ്രശ്നമാണ്. വിശ്വാസപരമായ ചില പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പല അഭ്യൂഹങ്ങളാണ്. കൃത്യമായി ചോദ്യം ചെയ്യലിൽ മാത്രമേ ഈ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കുട്ടിയുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. ആ കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ? ഒരാൾ മാത്രമാണോ? അല്ലെങ്കിൽ അച്ഛനും അമ്മയും
അമ്മൂമ്മയും അമ്മാവനും ഒക്കെ ഈ കേസിൽ പ്രതികളാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ആ കുട്ടിയെ 2.5 വയസ്സുള്ള ഈ കുട്ടി ദേവേന്ദു എന്ന കുട്ടിയെ കൊലപ്പെടുത്തിയത് അവളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്, രക്തബന്ധുക്കൾ തന്നെയാണ്. അതിൽ ആരാണ് ഇതിൽ കൊലപാതകി, ആരുടെയൊക്കെ സഹായം അതിൽ ലഭിച്ചിട്ടുണ്ട്, ഈ 4 പേർക്കും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അധികം വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം, വാർത്താസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ, അല്ലെങ്കിൽ നടപടികൾ എവിടം വരെ എത്തി? അനുശ്രീ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കുട്ടിയുടെ ഭൗതികദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് ശേഖരിച്ച പോലീസ് തെളിവുകൾ വളരെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ കുടുംബം ഓരോ തവണയും തങ്ങളുടെ മൊഴി മാറ്റുന്നു, ഓരോ തവണയും പല കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു, പോലീസിന്റെ അന്വേഷണത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീപിടുത്തമുണ്ടായ സ്ഥലം, കുട്ടി കിടന്നിരുന്ന ആ സ്ഥലം, കുട്ടിയുടെ ദേഹത്ത് മറ്റ് മർദ്ദനമേറ്റ പാടുകളോ മറ്റോ ഉണ്ടെന്നുള്ള പ്രധാനപ്പെട്ടതാണ്. കുട്ടിയുടെ മരണം എങ്ങനെയാണ്, മരണ കാരണം എന്താണ്, അത് വെള്ളത്തിൽ വീണുള്ള മരണമാണോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലേക്ക് എറിഞ്ഞതാണോ തുടങ്ങി വളരെ വലിയ സംശയങ്ങൾ, വലിയ വലിയ ഉത്തരങ്ങൾ വരേണ്ടതുണ്ട്. അവിടെയൊക്കെ ശാസ്ത്രീയ പരിശോധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുറിയിൽ നിന്നുള്ള, വീട്ടിൽ നിന്നുള്ള തെളിവുകൾ ഫോറൻസിക് സംഘവും അതുപോലെ വിരലടയാള വിദഗ്ധരും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. കിണറ്റിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ശ്വാസകോശത്തിൽ സ്വാഭാവികമായും വെള്ളമുണ്ടാകും. അത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണെങ്കിൽ ആ രീതിയിൽ അറിയാൻ കഴിയും. അല്ല, അങ്ങനെയല്ല, കൊലപ്പെടുത്തിയ ശേഷമാണെങ്കിൽ ആ രീതിയിലും തെളിവുകളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതുപോലെ ആന്തരിക പരിശോധനാ ഫലത്തിലൂടെയും ഒക്കെയാണ് അറിയേണ്ടത്. അതിനുള്ള ശാസ്ത്രീയ തെളിവുകൾ പരമാവധി പോലീസും ഫോറൻസിക് സംഘവും ശേഖരിച്ചു കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് 3-4 മണിക്കൂറെടുത്താണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. കുട്ടിയുടെ ദേഹപരിശോധന നടത്തി. അതിനുശേഷം അവിടെ നിന്ന് നാട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തി. അയൽവാസികളുടെ അടക്കം ഇന്നലെ അവിടെ ബഹളമുണ്ടായിരുന്നു എന്ന ചില മൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിലെ 2 സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന മണിക്കൂറുകളോളം അവരുടെ മൊഴിയെടുത്തു, അവരിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ശാസ്ത്രീയ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റു മൊഴികളും ഒക്കെ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ കുടുംബം അന്വേഷണത്തോട് സഹകരിക്കാതെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞുമാറിയും അവരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പരമാവധി ശാസ്ത്രീയ തെളിവ് ശേഖരണം പോലീസ് പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ, ഇപ്പോൾ അമ്മാവൻ കുറ്റം സമ്മതിച്ചതായി അറിയുന്നുണ്ട്. അമ്മാവൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അമ്മാവൻ കുറ്റം സമ്മതിച്ചതായിട്ട് അറിയുന്നുണ്ട്. അരുൺ, ഈ കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം വരുന്നുണ്ടോ? വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സൂചനയായി തന്നെ നമുക്കിപ്പോൾ ഇടത്ത് പറയാൻ കഴിയുകയുള്ളൂ. ഹരികുമാർ, കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളും പോലീസിൽ നിന്ന്, സൂചനകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഹരികുമാറിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പോലീസ് ഇത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ സൂചനകളിലേക്കെങ്കിലും എത്തുന്നത്. ഹരികുമാറിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിൽ നിന്നാണ് ഇയാൾ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട്. അമ്മാവൻ ഒറ്റയ്ക്കാണോ ഈ കുറ്റകൃത്യം നടത്തിയത്, അതോ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ? 2-3 കുരുക്കിട്ട കയറ വീട്ടിൽ കാണുന്നുണ്ട്. ഈ അമ്മാവൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇന്ന് അവിടെ ഒരു 16 അടിയന്തരം നടക്കുന്ന ദിവസമാണ്. അപ്പൊ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് മാത്രം അമ്മാവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി വല്ല സൂചനയും ഉണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഹരികുമാർ എന്ന ഈ കുട്ടിയുടെ അമ്മാവനിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം എന്നുള്ളത് വ്യക്തമാണ്. ആരാണ് കൃത്യമായി ഇയാളെ സഹായിച്ചെന്ന കാര്യത്തിൽ കൂടി പോലീസിന് അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണമുണ്ട്. അത്ര സംശയങ്ങളും പോലീസിനുണ്ട്. കുടുംബം ഈ തെളിവുകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നതിന് അന്വേഷണവുമായി സഹകരിക്കാത്തത് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരായ ആരാണോ അവരെ രക്ഷിക്കാനോ വേണ്ടിയാണെന്നുള്ള നിഗമനം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും പങ്ക് പോലീസ്
പരിശോധിക്കുന്നത്. ആരാണ് ചെയ്തതെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം അല്പസമയത്തിനകം പോലീസിൽ നിന്ന് ലഭ്യമാകുമെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ പോലീസിന്റെ നിഗമനം നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഹരികുമാറാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് സമ്മതിച്ചു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അയാൾക്ക് ഈ കുട്ടിയുടെ അമ്മയിൽ നിന്നോ അമ്മുമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നതും. ശ്രീ അതെ, അമ്മാവൻ കുറ്റം സമ്മതിച്ചു എന്നൊരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്മാവൻ ഒറ്റയ്ക്കാണോ ആ കൊലപാതകം നടത്തിയത്, അതോ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട സത്യങ്ങളാണ്. രാവിലെ മുതൽ ഇന്ന് രാവിലെ തന്നെ ബാലരാമപുരത്തെ ഈ ഒരു 2 വയസ്സുകാരിയുടെ ഒരു മരണ വാർത്തയോടെ കൂടിയാണ് ഇന്നത്തെ ദിനം തന്നെ തുടങ്ങിയത്. ആദ്യം മുതൽ തന്നെ സ്ഥലം MLA അടക്കം ദുരൂഹത പറഞ്ഞിരുന്നു. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കൊലപാതക സാധ്യതയുണ്ട്. അല്ലാതെ ഈ 2 വയസ്സുള്ള കുട്ടി ഒറ്റയ്ക്ക് പോയി എന്തായാലും മരണപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലെല്ലാം ദുരൂഹത ആദ്യം മുതൽ തന്നെ വന്നിരുന്നു. ഇപ്പോഴിതാ അമ്മാവനാണ് കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കുറ്റം സമ്മതിച്ചതായിട്ടുള്ള ഒരു നിർണായക വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്തിനായിരിക്കും കുറ്റം ചെയ്തത്? അത് ഇനിയും ഉത്തരം ലഭിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു കേസിൽ നിലനിൽക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഈ ഒരു കൊലപാതകം? ഈ അമ്മയുടെ സാമ്പത്തിക ഇടപാടുമായി ഈ അമ്മാവന് ബന്ധമുണ്ടോ? ജോലി വാഗ്ദാനം ചെയ്താണ് കടബാധ്യതയ്ക്ക് കാരണം ഈ ജോലി വാഗ്ദാനം ചെയ്തുള്ള ഈ സാമ്പത്തിക ബാധ്യതയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു ജോലി തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള രീതിയിലുള്ള നിർണായകമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതാണ്. ഈ അച്ഛന്റെയും അമ്മയുടെയും അറിവോട് കൂടിയിട്ടാണോ ഈ ഒരു കുഞ്ഞിനെ കൊന്നത്? ബാലരാമപുരം കോട്ടുകൽ കോണത്താണ്